ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീണ്ടും ഒരു ഷോപ്പിംഗ് വീഡിയോ തന്നെയാണ് കേട്ടോ. പ്രാവശ്യം പാത്തുവിൻ്റെ കൂടെയാണ് പോകുന്നത്. പിന്നെ മാമൻ്റെ മോളും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ 1-2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. സാജിയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ മോനുവിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഡ്രസ്സിഫൈയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുൻപത്തെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും, ഞാൻ ഇതിന് മുൻപേ വീഡിയോ ഇട്ടിട്ടുണ്ട്. 1 kg ഡ്രസ്സിന് 899 രൂപ വെച്ചിട്ട് കേട്ടോ. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡ്രസ്സിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് റേറ്റ് വരിക. അപ്പം നമ്മൾ ഒരുപാട് വെയിറ്റ് കുറവുള്ള ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ്. ഒരുപാട് വെയിറ്റ് വരുന്ന ഡ്രസ്സാണ് നമുക്ക് ഇഷ്ടമാകുന്നതെന്നുണ്ടെങ്കിൽ സാധാ നോർമൽ റേറ്റ് വരും കേട്ടോ. പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ട് ഇപ്രാവശ്യം ചെന്നപ്പോൾ എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. ഇതിൻ്റെ മുൻപ് ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ടായിട്ടോ. കൂടുതൽ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ ഒരു ഇട്ട ഡ്രസ്സാണ്. പിന്നെ നിഷാക്കാക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് വിട്ട് കൊടുത്തപ്പോൾ ഇത് വേണ്ട, ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് ടൈറ്റാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് എടുത്തില്ല. പാത്തു ഡ്രസ്സുകളൊക്കെ എടുത്തു നോക്കുന്നുണ്ട്. ആൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ അവൾക്ക് കൂട്ട് പോകുന്നതാണ്. എന്നാലും ഒരു ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ എടുക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഓവർ റേറ്റ് നമുക്ക് ഈ കടയിൽ നിന്ന് എടുക്കുമ്പോൾ വരത്തില്ല. അങ്ങനെ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഒരുപാട് കയ്യിൽ പിടിച്ച് ഇത് ഞാൻ തൂക്കം നോക്കി. നമ്മൾ വെയിറ്റ് നോക്കിയിട്ട് എത്രയാണ് നോക്കിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നല്ല റേറ്റ് കുറവായിരുന്നു. അതിൽ തൂക്കം കാണിക്കണില്ല. 150 അങ്ങനെ എത്രയോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിഷാദക്ക് ഇഷ്ടമാകാത്തതുകൊണ്ട് തന്നെ ഞാനത് എടുത്തില്ല. അത്രയും റേറ്റ് കുറവാണ്, എന്നാലും ഞാൻ എടുത്തില്ല. ആൾക്ക് ഇഷ്ടമാവാതെ ഞാൻ ആ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഒരു കാര്യമല്ല കേട്ടോ. കാരണം ഇതിൻ്റെ മുൻപത്തെ പ്രാവശ്യം ഇവിടെ വന്നെടുത്ത അതേപോലെയുള്ളൊരു ടോപ്പ് എൻ്റെ കയ്യിൽ അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇഷ്ടമാവാതെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആളെ കൂടെ പോകുമ്പോൾ ഇടാനൊന്നും അയക്കൂല. അങ്ങനെ ഞാൻ അതവിടെ വെച്ചു. ഇഷ്ടമായില്ല എന്ന് പറഞ്ഞപ്പോൾ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു. എടുക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തില്ല. പാത്തു ഓരോന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നമ്മൾ തൂക്കം വെച്ചിട്ട് മാത്രമല്ല ഡ്രസ്സ്, നമ്മൾ ഫിക്സഡ് റേറ്റ് ആയിട്ടുള്ള ഡ്രസ്സും അവൈലബിൾ ആണ് കേട്ടോ. കുർത്ത സെറ്റ് അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിങ് ആയിട്ടുള്ളത് അവിടെ വെസ്റ്റേൺ ആണ്. അപ്പോൾ വെസ്റ്റേൺ ടോപ്പുകളാണ് കൂടുതലായിട്ടുള്ളത്. ഞാൻ ഇതിന് മുൻപത്തെ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ എനിക്കൊരു വൈറ്റ് ടോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷോർട്ടായിട്ടുള്ള ഒരു ഷർട്ട് മോഡലൊരു ടോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇട്ടിട്ടൊക്കെ. അപ്പോൾ അതിന് വെറും 156 രൂപയുള്ളൂ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെയൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ 2-3 എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പാത്തുവിന് അവിടെ ഒന്നും ഇഷ്ടമായില്ല കേട്ടോ. 1-2 ഇഷ്ടമായി. അത് സൈസ് കറക്റ്റും അല്ല. ഒരുപാട് പ്രതീക്ഷയിലാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ആ ഒരു വൈറ്റ് ടോപ്പ് കണ്ണിൽ വെച്ചിട്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതുപോലുള്ള ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുക്കാതെ ഇറങ്ങി. കാരണം ഇഷ്ടമല്ലാതെ വെറുതെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. പുതിയ കളക്ഷൻസ് വരുമ്പോൾ എടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇറങ്ങി. ഞങ്ങൾ ഓൾറെഡി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളെ മുൻപത്തെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും. പെരുന്നാൾ കഴിഞ്ഞ ഉടനെ നമുക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് ഞങ്ങൾ ഡ്രസ്സ്. പെരുന്നാൾ ദിവസം ജസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. ഫസ്റ്റ് കയറിയ കടയിൽ നിന്ന് നമുക്ക് ടോപ്പൊന്നും സെറ്റ് ആവാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് വിട്ടിട്ടോ. അവിടെ പിന്നെ 399-ലും 299-ലൊക്കെ കുർത്തീസ് അവൈലബിൾ ആണല്ലോ. അതിന്നൊരു കുർത്തി എടുത്തു. ഇതെൻ്റെ ചെറിയ ബ്രദറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഓൻ അവിടെയാണ് വർക്ക് ചെയ്യണത്. പിന്നെ ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾക്ക് മാത്രമാണ് എടുത്തത്. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ കോഫിയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ചെറുതായിട്ടൊരു തലവേദന ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കോഫി കുടിച്ചിട്ടോ. പാത്തും പൊന്നും അവിൽ മിൽക്കും കട്ട്ലേറ്റും ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൊന്നു എന്ന് പറയുന്നത് മാമൻ്റെ മോൾ കേട്ടോ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരുമിച്ച് 3 പേരും കൂടിയും പുറത്തൊക്കെ വരുന്നത്. അപ്പം ഞാൻ കോഫിയുടെ കൂടെ ഇതുപോലെ സ്നാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ പറയല്ല, നല്ല അട്ടാറ് ടേസ്റ്റ് ആയിരുന്നു സാധനം. ഈ ഒരു സംഭവം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ബർഗർ, സാൻഡ്വിച്ച് അതിൻ്റെയൊക്കെ ഒരു ടൈപ്പ് തന്നെ, പക്ഷെ അതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ്. അതിലുള്ള മയോണൈസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുവരെ കഴിച്ചിട്ടില്ല, പക്ഷേ ഇനി അവിടെ കയറി കഴിഞ്ഞാൽ ഞാൻ ഇതന്നെ കഴിക്കുള്ളൂ കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോ കാണുന്നവർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇടാനുള്ളൊരു ആവേശം ഉണ്ടാവുള്ളൂ. നമുക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിലും ഇഷ്ടമാവുന്നില്ലെങ്കിലും അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞങ്ങൾ വെള്ളം കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയത് നേരെ ഒരു ഫാൻസിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കമ്മലിൻ്റെ ഒരു ലോകം തന്നെയാണ് നമ്മൾ ഈ ഒരു ഫാൻസിയിൽ. നമ്മൾ കൂടുതലായിട്ടും ഇവിടെ വെറൈറ്റി കമ്മലുകളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു കൈ ചെയിനിന്
യോജിച്ചൊരു കമ്മൽ അവിടെ കണ്ടു. അപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ അതുപോലുള്ള ഒരു കമ്മലും ഒരു കൈ ചെയിനും ഒരു വളയും ഒക്കെ നമ്മൾ സെറ്റായിട്ട് ഇങ്ങനെ എടുക്കുമല്ലോ. അപ്പോൾ അതുപോലെ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ എടുക്കണം ഇൻഷാ അല്ലാ. പിന്നെ നമ്മൾ പാത്തുവിന് കമ്മൽ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പാത്തു അങ്ങനെ നോക്കുന്നുണ്ട്. അവൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഇഷ്ടാവണ കൂട്ടത്തിലല്ല കേട്ടോ. ഓരോന്നോരോന്ന് മാറ്റി നോക്കുന്നുണ്ട്. അവിടെ ഒരുപാട് വെറൈറ്റി കമ്മലുകളുണ്ട്. നമ്മൾ ഓരോ സെക്ഷനിലും ഓരോ വിധമാണ്. ജമക്കുകളുടെ മാത്രമായിട്ടുള്ള ഓരോ സെക്ഷന്, പിന്നെ നമുക്ക് പാർട്ടി വെയർ ആയിട്ടുള്ള കമ്മലുകൾ ഒരു സെക്ഷന്, അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ തരം തിരിച്ചിട്ടുള്ള ഒരു കടയാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഫാൻസിൽ കണ്ടതുപോലെ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ബഡാ ബസാറിൽ പോയിട്ടുണ്ട്, പിന്നെ ഒരുപാട് ഫാൻസിൽ സാമിയ ഫാൻസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഞാൻ ഓരോ ഷോർട്സ് ആയിട്ടും ഓരോ വീഡിയോ ആയിട്ടും ഞാൻ അപ്ലോഡ് ചെയ്തതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ വീഡിയോ മുൻപ് കാണുന്നവരാണെങ്കിൽ. അപ്പോൾ അവിടെ ഒന്നും കാണാത്ത വെറൈറ്റി കമ്മലുകളാണ് കേട്ടോ. അവിടെയൊക്കെ നമുക്ക് ഒരു സെക്ഷനായിട്ട് കമ്മലിൻ്റേത് മാത്രമായിട്ടുള്ള ഒരു സെക്ഷൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ കമ്മലിൻ്റേതായിട്ട് തന്നെ പല സെക്ഷനുകളാണ്. പിന്നെ ആ ഒരു ടൈമിൽ എൻ്റെ നടുവത്തെ ബ്രദർ അവിടെ മണ്ണാർക്കാട് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫാൻസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സാജി സനുവും കടയുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. ഓലും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് സനുവിന്. അപ്പോൾ യാദൃശികമായിട്ട് കണ്ടതാണ് കേട്ടോ. ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായതുകൊണ്ട് ഞങ്ങൾ രണ്ടു കൂട്ടരും അറിഞ്ഞിട്ടുണ്ടായില്ല എവിടെ എന്താണെന്നൊന്നും. യാദൃശികമായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടുമുട്ടിയതാണ്. അവിടെ നിന്ന് നേരെ ഒരു വാച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് കയറി. നാത്തൂൻ്റെ രണ്ടാമത്തെ മോള് ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചതാണ്, സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൾ പ്രസവിച്ച് കിടക്കായതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അവിടെ ഒരു കാക്കൊക്കെ ഇരിക്കാൻ പോലും തണലുണ്ടായില്ല കേട്ടോ. ബസ് സ്റ്റോപ്പാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഫുൾ വെയിൽ നമ്മളെ മുഖത്തോട്ടാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോസ്റ്റ് അടിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. കുറേ ബസ് വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കുള്ള ബസ് വന്നത്. ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് പോലെ അല്ല കേട്ടോ ഞങ്ങൾ ഈ ഒരു പോക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിയൽ ആയിട്ടുള്ള ആ ഒരു സൗണ്ടും കാര്യങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇതിൻ്റെ ഒരു വീഡിയോൻ്റെ ഫുൾ ഗുമ്മേ പോയി. നമുക്ക് ശരിക്കും വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പാട്ടും കാര്യങ്ങളും സൗണ്ടും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളെ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ശരിക്കും ആ ഒരു കാര്യമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതാണ് തമാശ. ഞങ്ങൾ അവിടെ നിന്ന് അവിടെ എത്തി, ഇവിടെ എത്തുന്നത് വരെ ചിരിച്ചൊരു വൈക്കായിട്ടുണ്ടല്ലോ. ഓരോ തగ్గടിച്ചിട്ട് ഓരോ തമാശകൾ, ഓരോരുത്തർക്കും ഓരോരോ ദുരന്തങ്ങൾ സംഭവിക്കട്ടെ. അപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോരോ തമാശകൾ അല്ലെങ്കിൽ ഓരോരോ അബദ്ധങ്ങൾ അതൊക്കെ പറ്റും. എന്ത് അബദ്ധമാണെങ്കിലും ഞങ്ങൾ കുറച്ച് നേരം ആ കാര്യത്തിനെ പറ്റിയിട്ടൊന്ന് ചിരിക്കൂട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുള്ളൂ. പിന്നെ ഞാൻ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമിൽ ഈ ചെരുപ്പിൻ്റെ വെള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നമ്മൾ ഒരുപാട് അവിടെ ഇരുന്ന് ചിരിച്ചിട്ടുണ്ട്. സംഭവം അതൊരു ട്രാജഡിയാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു തമാശയായിട്ട് അങ്ങനെ ഒരുപാട് ചിരിച്ചിട്ടുണ്ടായിരുന്നു. പാത്തു ആൾ സെറ്റാണ്. നമുക്ക് പുറത്ത് പോകുമ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ആൾ തന്നെയാണ്. ചിരിക്കാനും കളിക്കാനും അതിനൊക്കെ പറ്റിയ ആളാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് നാട്ടിലെത്തി. ഞാൻ വീട്ടിൽ പോയി കടയിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ കടയിൽ പോയി തിരിച്ച് വന്നപ്പോഴത്തേക്കും ഉമ്മ ചായയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഒരു ഏകദേശം രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും മൂത്തമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വയനാട്ടിലുള്ള. അപ്പം നമ്മളെ കാനഡ മുത്തമ്മ, അത് പറഞ്ഞാൽ ചിലർക്കൊക്കെ മനസ്സിലാവും. ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് മുത്തമ്മാൻ്റെ വീഡിയോസൊക്കെ. അപ്പം അങ്ങനെ മൂത്തമ്മ വയനാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ മൂത്തമ്മാൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. വേറെ പണികളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ തട്ടിമുട്ടി പണികളൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ മുത്തമ്മ വന്നപ്പോൾ മുത്തമ്മ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. അപ്പോൾ ഹൽദി പരിപാടിയൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള മഞ്ഞ ഡ്രസ്സ്, പിന്നെ കല്യാണത്തിനെടുത്ത സാരി, അതൊക്കെ കാണിക്കുകയാണ്. ആൾ സെറ്റാണ് കേട്ടോ. ഇതുപോലുള്ള അടിച്ചുപൊളി കാര്യങ്ങൾക്കൊക്കെ ആൾ ഡബിൾ ഓക്കെയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.